ജനത്തിൻ്റെ ഭയങ്കരമായ വല്ലാത്തൊരു റിലീഫ് കിട്ടിയിരിക്കുന്നു. ഈ റിലീഫ് അനുഭവിക്കുന്നത് കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും നമ്മളെപ്പോലുള്ള സെക്കുലറായിട്ട് ചിന്തിക്കുന്നവർ മാത്രമല്ല, ഇൻക്ലൂഡിങ് സി പി എമ്മിലുള്ള ഇടതുപക്ഷക്കാർക്ക് പോലും അങ്ങനെ ഒരു റിലീഫിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ഒരു മാസമായിട്ട് അനുഭവിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനേക്കാളും പേടിക്കേണ്ടത് പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയനാണ്. ആ അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് പല ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നത് കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. നമ്മളിത് എവിടെയാണ്, ഹിറ്റ്ലറിൻ്റെ നാട്ടിലാണോ, മുസോളിനിയുടെ നാട്ടിലാണോ? എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇപ്പോഴും മൈനസ് ഞാനും പിണറായി വിജയൻ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. വലിയ ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ സെക്കുലറായിട്ടുള്ള ഒരുപാട് പേർക്ക് സി പി എമ്മിനോട്, എൽ ഡി എഫിനോട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയോട് താല്പര്യമുള്ളവരെല്ലാം ഡിസ്ഗ്രൻഡിലാണ്, എല്ലാവരും നിരാശരാണ്. വി ഡി സതീശൻ്റെ സർക്കാരിനുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷം ജനങ്ങൾ ഏതൊക്കെ രീതിയിൽ സഫർ ചെയ്തോ അതിനെല്ലാം റീകോമ്പൻസ് ചെയ്യുക. വിഴിഞ്ഞം പോലുള്ളൊരു തുറമുഖത്തിൽ നിന്നും തുറമുഖം ടു തുറമുഖം എന്നുള്ളൊരു കണക്ടിവിറ്റി ഉണ്ടാക്കുന്നതിലും അതിനെ റെയിൽ കണക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെടുത്തുന്ന എല്ലാം പുള്ളിയുടെ ഉത്തരവാദിത്തമായിട്ട് പുള്ളി അത് എടുത്തു കഴിഞ്ഞാൽ ആ നയപരമായ തീരുമാനം പുള്ളിയിലുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ സർക്കാർ ഒരു മാസം പിന്നിടുന്നു. നൽകിയ വാഗ്ദാനങ്ങളിൽ ചിലതൊക്കെ തന്നെ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. ശക്തമായ വെല്ലുവിളിയാണ് മുന്നിലുള്ളത് എങ്കിലും ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനവും നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. വി ഡി സതീശൻ സർക്കാരിൻ്റെ മുന്നിലുള്ള നാളുകൾ, സാധ്യതകൾ പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേർന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എൽ അജിത്ത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ സർക്കാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ? യു ഡി എഫ് സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനം ഓക്കെ, ഒരു മാസം ഒരു കാരണവശാലും നമുക്ക് ഒരു സർക്കാരിനെ അളക്കാനുള്ള ഒരു കാലാവധിയൊന്നും ആയിട്ടില്ല. എങ്കിലും പ്രതീക്ഷ നൽകുന്നുണ്ടോ, അതോ ഒരു ആവറേജ് ആണോ പ്രകടനം? എങ്ങനെ കാണും ലിയോ? എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര ഭരണത്തിൻ്റെയും കേരളത്തിൽ ശ്രീ പിണറായി വിജയനെ പോലുള്ള ഒരു ഏകാധിപതിയുടെയും ഫാസിസത്തിൻ്റെ കല്ല് നെഞ്ചിനകത്തിരുന്ന് ശ്വാസം മുട്ടുമായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ യു ഡി എഫ്, താങ്കൾ പറഞ്ഞ പോലെ വി ഡി എസിൻ്റെ നേതൃത്വത്തിലൊരു യു ഡി എഫ് സർക്കാർ വന്നു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സർക്കാർ വന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ജീവിതവും, അതാണ് നമ്മൾ ഇപ്പോൾ ജനം അനുഭവിക്കുന്ന ഒരു റിലീഫാണ്. ജനത്തിൻ്റെ ഭയങ്കരമായ വല്ലാത്തൊരു റിലീഫ് കിട്ടിയിരിക്കുന്നു. ഈ റിലീഫ് അനുഭവിക്കുന്നത് കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും നമ്മളെപ്പോലുള്ള സെക്കുലറായിട്ട് ചിന്തിക്കുന്നവർ മാത്രമല്ല, ഇൻക്ലൂഡിങ് സി പി എമ്മിലുള്ള ഇടതുപക്ഷക്കാർക്ക് പോലും അങ്ങനെ ഒരു റിലീഫിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ഒരു മാസമായിട്ട് അനുഭവിക്കുന്നത്. പാർട്ടി കമ്മിറ്റികളിലെ ചർച്ചകൾ, അതായത് സി പി എമ്മിൻ്റെ ചർച്ചകളിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ, ഇവരെ പേരെടുത്താണ് വിമർശിക്കുന്നവരെല്ലാം. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇരുവരും മാറണം എന്ന് പറയുമ്പോൾ ആലോചിക്കണം, അവരുടെ വീട്ടിലുള്ള വോട്ടുകൾ ഉൾപ്പെടെ യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. പാർട്ടി വോട്ടുകൾ, അതായത് സി പി എം വോട്ടുകൾ. ഞാൻ പറഞ്ഞത്, ഹൃദയത്തിനകത്തൊരു വലിയൊരു കല്ല് ഉരുണ്ട് കയറി ഇരുന്നതാണ്. നമുക്ക് പ്രതിപക്ഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭരണപക്ഷത്തിന്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തീർന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു റിലീഫിന്റെ ഒരു പീരീഡിലേക്ക് ജനം വന്നു. അപ്പോഴേക്കും നമ്മൾ കാണുന്നത് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ജനം കമ്പയർ ചെയ്യുന്നത് അതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ജനത്തിൻ്റെ ഒരു സ്വാസ്ഥ്യം, ഒരു ആശ്വാസകരമായ ഒരു കാലഘട്ടം, ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണം, മുഖ്യമന്ത്രിയിൽ നിന്നും ജനങ്ങളോടുള്ള സമീപനം എന്ത് എന്നുള്ളത് നമ്മൾ അനുഭവിച്ചവരാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അത് കഴിഞ്ഞിട്ട് 10 വർഷം നമ്മൾ കൊടിയ ഭയത്തിലായിരുന്നു. ഞാനതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇതുകൂടെ ഞാൻ ഉൾപ്പെടുത്തി പറയുന്നത്. അങ്ങനെ ആളുകൾക്ക് വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷമുണ്ട്. അതിനകത്ത് വി ഡി എസിലേക്ക് വന്നു. ആളുകൾക്ക് റിലീഫ്, പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ ജീവിതം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ കേന്ദ്ര പ്രതിപക്ഷ നേതാവ്, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് വന്ന് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് 3-4 സ്കീം അനൗൺസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഈ അന്ന് പ്രതിപക്ഷത്തിരുന്ന അതായത് ഇന്നത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ 6 ലക്ഷം കോടിയുടെ ബാധ്യത, പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയ ബാധ്യത, അതിൽ നിന്നും അതൊക്കെ നിൽക്കുകയാണ്
പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ ബാധ്യതയിൽ നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധി എങ്ങനെ നടപ്പിലാക്കും എന്നുള്ള വലിയ ചലഞ്ചാണ്. ലിയോ ചോദിച്ച വെല്ലുവിളികൾ എന്തെന്നുള്ള അതെ. വലിയ ചലഞ്ചാണ്. അവിടെയാണ് ഈ ഗ്രാറ്റിസ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് ബസ്സിൽ, ട്രാൻസ്പോർട്ട് ബസ്സിൽ, ലോക്കൽ ബസ്സിൽ ഇവരിപ്പോൾ ഫ്രീ ആക്കിയിരിക്കുന്നത്. ഓക്കെ. താൽക്കാലികമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേ എന്നുള്ള നിലയ്ക്കാണ് ഓക്കെ. സിറ്റി ബസ്സുകളിൽ, Correct. സിറ്റിയിൽ അതെ. ഇത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്കീമുകൾ വരുന്നുണ്ട്. പല സ്കീമുകൾ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി അടുത്ത ഉടനെ ഉണ്ടാകാൻ പോകുന്നത് അല്ല, ഇപ്പോൾ ഈ കോളേജ് ഉയർന്നിരിക്കുന്ന ഈ ഇപ്പോഴത്തെ ഇടതുപക്ഷമാണെങ്കിലും പ്രതിപക്ഷത്തുള്ള BJP ആണെങ്കിലും തന്നെ പറയുന്നത്, ചില പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്, ആ, ഇത് മായി ബന്ധപ്പെട്ട് ഓക്കെ, സുരേഷ് ഗോപി പറഞ്ഞു നല്ല പദ്ധതിയാണ്, പക്ഷേ സാമ്പത്തിക സ്ഥിതിയുള്ളവർ സ്വയം തീരുമാനിച്ച് പിന്മാറണം വളരെ എന്നുള്ള ഒരു വളരെ സെൻസിബിളായ ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരി, സ്ത്രീകൾ, സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ, KSEBയിലെ ഉദ്യോഗസ്ഥർ, KSFEയിലെ ഉദ്യോഗസ്ഥർ, ഞാൻ എടുത്തു പറയുന്നത് ഇവരുടെ വോളിയം ഓഫ് സാലറി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതെ. പിന്നെ നമ്മുടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന പാവക്കളല്ല, അല്ലാതെ വലിയ പാക്കേജ് ഉണ്ടല്ലോ, വർഷത്തിൽ 4 കോടി 5 കോടി മേടിക്കുന്നത്. ഈ സ്ത്രീകളുമെല്ലാം ഈ ഗ്രാറ്റിസ്, ഈ പറഞ്ഞൊരു ഔദാര്യം കൈപ്പറ്റണോ വേണ്ടതെന്ന് അവർ സ്വയം തീരുമാനിക്കണം. അവർ തീരുമാനിക്കണം. ആ ഒരു സ്വന്തമായിട്ടൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? എനിക്ക് ശമ്പളം ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും കനം വെച്ച ശമ്പളമുണ്ട്, ഞാൻ ടിക്കറ്റ് എടുത്ത് പോകാം. പാവങ്ങൾ, സാധുക്കൾ, നിവൃത്തിയില്ലാത്തവർ ഫ്രീ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കട്ടെ ശരിയാണ്. എന്ന് തീരുമാനിക്കണം. അത് പക്ഷേ ഈ സർക്കാർ അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല. സർക്കാർ കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഹൈക്കമാൻഡ് പറഞ്ഞ ഒരു പദ്ധതിയല്ലേ, അതുകൊണ്ട് ഇവർക്ക് അതിനെ ഇനി മയപ്പെടുത്തി അതിങ്ങനെ ഒരു സോഷ്യൽ അപ്പീലിംഗ് കൂടെ നടത്താം എന്നുള്ള ചിന്ത ഇവർക്ക് ഉണ്ടായിട്ടില്ല എന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടായെങ്കിൽ അത് പറയാൻ അവർക്ക് പ്രയാസവുമായിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോൾ ഈ റേഷൻ കടകൾ വഴിയൊക്കെ തന്നെ റേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണല്ലോ കൊടുക്കുന്നത്. പല കളർ കാർഡുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം രാഹുൽ ഗാന്ധി പറയുമ്പോൾ സ്ത്രീകൾക്കെല്ലാം എന്നാണ് പറഞ്ഞത്. അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ക്ലോസ് പറഞ്ഞില്ല, നിർധനരെന്ന് പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ എന്നുള്ള ജെൻഡർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതൊരു വെല്ലുവിളിയല്ലേ ആക്ച്വലി? തീർച്ചയായിട്ടും. കാരണം 700 കോടിയാണ് ഇപ്പം തന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ CP ജോൺ പറയുന്നത്. ക്യാബിനറ്റ് എല്ലാം കൂടെ പഠനം നടത്തിയപ്പോൾ ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞ് 700 കോടി രൂപ. 700 കോടി രൂപ എന്ന് പറയുന്നത് നിസ്സാര സംഭവമാണോ? കാര്യം 6 ലക്ഷം കോടി രൂപ കടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ മാസം 30-ന് റിട്ടയർ ചെയ്യുന്നവർക്കുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കണമെങ്കിൽ 59,000 കോടി രൂപ വേണം. 59,000 കോടി ഇത് വേണം. അപ്പോഴാണ് പഴയ ബാലഗോപാൽ മിനിസ്റ്റർ, പഴയ മിനിസ്റ്റർ, അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത്, അദ്ദേഹം പറയുന്നത് 6,000 കോടി അവിടെ വച്ചിട്ടുണ്ടെന്ന്. 59,000 കോടി രൂപ ഈ മാസം കൊടുക്കാൻ ഉണ്ട്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി എവിടെ നിന്ന് കണ്ടെത്തും? അപ്പോഴാണ് ഈ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി എല്ലാം നടപ്പിലാക്കണം. ഇനിയിപ്പോൾ അടുത്ത അവരുടെ പ്രയോറിറ്റി എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികൾ, സ്ത്രീകളും പെൺകുട്ടികളുമായിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് 1,000 രൂപ കൊടുക്കുന്നത്. അതിലേക്കായിരിക്കും അടുത്ത വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ ഭാരിച്ച സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഹെൽത്ത് അച്ചീവ്ഡ് എന്നൊക്കെ പറഞ്ഞ അമേരിക്കൻ സ്റ്റാൻഡേർഡിനെ അതിജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ളത് 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഹെൽത്ത് പോളിസി. അത്രക്ക് വലിയ കാര്യങ്ങളാണ്. ഇതെല്ലാം ജനങ്ങളെ വല്ലാതെ, ജനങ്ങൾ യഥാർത്ഥത്തിൽ നോക്കി കാണുകയാണ് VD സതീശൻ സർക്കാർ എങ്ങനെ അത് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. അല്ല, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതാണ് ഏറ്റവും ആദ്യം നടപ്പിലാക്കേണ്ടത്. കാരണം നമ്മളിപ്പോൾ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ, ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ സാധാരണക്കാരന് ആ പണം താങ്ങാനാവില്ല, ചിലവ് താങ്ങാനാവില്ല. സർക്കാർ ആശുപത്രിയിലേക്ക് പോയാലോ അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളാനും കഴിയില്ല. നമുക്ക് തീർച്ചയായിട്ടും പ്രൈവറ്റിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരെയും കാറ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഇൻഷുറൻസിൻ്റെ പ്രസക്തി ഏറുന്നത്. അല്ല, അതിനകത്ത് ഈ ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് പറയാം. ഇൻഷുറൻസ് കമ്പനികൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. സ്റ്റാർ പ്ലസ്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, പിന്നെ ചില ഹോസ്പിറ്റലുകൾ, ഇവിടെ തന്നെ സ്വകാര്യ മേഖലയിലെ ചില വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അവരുടേതായ ഇൻഷുറൻസുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇൻഷുറൻസ് ഞാൻ 3 എടുത്ത് പരാജയപ്പെട്ടവരാണ്. 1 ലക്ഷം രൂപയോളം എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഉൾപ്പെടെ എടുത്ത 3 ഇൻഷുറൻസ് പോളിസി. കാര്യം ഇൻഷുറൻസ് പോളിസിയിൽ ഏജൻറ്റ് വന്ന് ഒരാളെ ലിയോ ചേർക്കുമ്പോൾ 60% ആദ്യത്തെ പോളിസി അടയ്ക്കുമ്പോൾ തന്നെ ഇവർക്ക് ഏജൻറ്റ് കമ്മീഷൻ എടുക്കും. എന്നിട്ട് ഇയാൾ ചെയ്യുന്നത് ലിയോയെ പിറ്റേ വർഷം ഒരു ദിവസത്തിന് മുമ്പെങ്കിലും ഓർമ്മിപ്പിച്ച് അടപ്പിക്കുന്നതിന് പകരം റിന്യൂ ചെയ്യിക്കില്ല. അപ്പോഴേക്കും ആ ലാപ്സ് ആകും. അങ്ങനെ ഇൻഷുറൻസ് കമ്പനികളുടെ കൊള്ളയടി നടക്കുകയാണ്.
ഏജന്റുമാർ മാത്രമല്ല, ഇൻഷുറൻസ് കമ്പനിയുടെയും കൊള്ളയടി നടക്കുകയാണ്. കാരണം ഇപ്പോൾ എല്ലാത്തിനും മെസ്സേജ് വരുമല്ലോ. അതെ. അപ്പോൾ ഒരാളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇൻഷുറൻസ് കമ്പനികൾ അയക്കണ്ടേ, മെസ്സേജ് അയക്കണ്ടേ, നിങ്ങളുടെ പോളിസി ഇന്ന ദിവസം എക്സ്പയർ ആകുകയാണ്, റിന്യൂ ചെയ്യണം. അങ്ങനെ ഒരു സംഭവം ഇല്ല. രണ്ട്, ഇൻഷുറൻസ് കമ്പനികൾ അവിടെ പേഷ്യൻ്റ് അവിടെ ചെല്ലും, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, പേഷ്യൻ്റ് അവിടെ ചെല്ലുമ്പോൾ അയ്യോ നിങ്ങൾക്ക് കണ്ണുവേദനയ്ക്ക് ഇവിടെ ഇല്ല, നെഞ്ചുവേദനയ്ക്കില്ല എന്നും പറഞ്ഞ് എങ്ങനെയും ആളുകളെ കൊണ്ട് പൈസ അടപ്പിക്കുക, ആളുകളെ ഡിസ്കറേജ് ചെയ്യുക. ഇത് സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ നയപരമായി തീരുമാനം എടുക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. ഇൻഷുറൻസ് കമ്പനികളെല്ലാം സ്വാശ്രയ, നമ്മൾ ഈ പറയുന്ന മറ്റേ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്ത ആ ഒരു സാഹചര്യത്തിലാണ് ഇൻഷുറൻസ് കമ്പനികളെല്ലാം കൂടെ ഇവിടെ വന്നത്. വിദേശ ഇൻഷുറൻസ് കമ്പനികൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ എടുക്കുമ്പോൾ ഈ നെഞ്ചുവേദന വരുമോ എന്ന് പറഞ്ഞ ആരെങ്കിലും എടുക്കും, കണ്ണുവേദന വരില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഇൻഷുറൻസ് എടുക്കും. എന്തസുഖം വന്നാലും ഇൻഷുറൻസ് കവർ ചെയ്യണ്ടേ? പോകുമ്പോൾ ജനം ഏത് പരാതിയുമായിട്ടാണ്, ഏത് എയിൽമെൻ്റ് ആയിട്ടാണ് പോകുന്നത്, ഇതിന് സ്കീമില്ല എന്നങ്ങ് പറയുക ആളുകൾ അപ്പം തന്നെ. പിന്നെ കിടത്തി ചികിത്സിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടൂ. ജനം എവിടെ കിടക്കും? തെരുവിൽ കിടക്കും. നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർമാർക്കെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മാനേജ്മെൻറ്റും ഇൻഷുറൻസ് കമ്പനികളും തമ്മിൽ ധാരണയുണ്ട്. പരമാവധി ആളുകളെ ഡിസ്കറേജ് ചെയ്യുക. കിടത്തി ചികിത്സിക്കാനുള്ള ഇല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ഒന്ന് വിടുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഫസ്റ്റ് എയ്ഡും അതുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ആദ്യമുള്ള എക്സാമിനേഷൻസിനുള്ള എല്ലാ പൈസയും ആളുകളെ കൊണ്ട് അടപ്പിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വന്നിരിക്കുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കൂടുതൽ ആളുകൾ പ്രതീക്ഷ കഴിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താമെന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും. പക്ഷേ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികം സംഭവിക്കാവുന്നതാണെന്നാണോ പറയുന്നത്? നമ്മളത് ഒരു ക്ലീശയാണ്. അവർക്ക് എല്ലാവർക്കും മതിവീതു സമയമുണ്ടല്ലോ, ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞു, അങ്ങനെ ഈ ഒരു സർക്കാരിന് അങ്ങനെ ഒരു വീഴ്ച പറ്റിയെങ്കിൽ അതൊരു സീരിയസ് ആയിട്ട് കാണാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള ചില നമ്മളെന്താ പറയുക, നോട്ടക്കുറവോ അല്ലെങ്കിൽ ജാഗ്രത കുറവോ സംഭവിച്ചിട്ടുണ്ട്. ലിയോ വരാൻ പോകുന്ന പോയിന്റിനെ കുറിച്ചൊരു ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്തോ ചില ജാഗ്രത കുറവുകൾ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ജനങ്ങളെ ശരി ധരിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ഒക്കെ തന്നെ സാധിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഓരോ വിവരങ്ങളും അതിലൂടെ പ്രചരിപ്പിക്കാനുള്ള ഒരു വലിയ സംവിധാനം ഇടതുപക്ഷത്തിനുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവരൊക്കെ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഇത്രയും തരം താഴാൻ പാടുണ്ടോ എന്ന് തോന്നിപ്പോകും. പക്ഷേ ഇതൊന്നും അറിഞ്ഞുകൂടാതെ സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിമർശനത്തിലൊക്കെ തന്നെ അവർ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നൊരു സംശയവുമുണ്ട്. അതൊരു അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ല, അത് തീർച്ചയായിട്ടും. അത് നമ്മൾ ഈ പേശലമില്ലൊരു വസ്തുവിൽ പ്രേക്ഷകരില്ലെങ്കിൽ, കൂടുതൽ പ്രേക്ഷകരിപ്പോൾ ഞാനും അലിയും വർക്ക് ചെയ്യുന്ന പത്രത്തിൽ ചാനലിൽ കൂടുതൽ കാണുന്നത് സോഷ്യൽ മീഡിയ, കൂടുതൽ പ്രേക്ഷകരുള്ളത് സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ എളുപ്പമാണ്. അപ്പോൾ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു. CPM-നെ പോലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനേക്കാളും പേടിക്കേണ്ടത് പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് പല ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നത് കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. നമ്മളിത് എവിടെയാണ്? ഹിറ്റ്ലറിൻ്റെ നാട്ടിലാണോ, മുസോളിനിയുടെ നാട്ടിലാണോ, ചെങ്കിസ് ഖാൻ്റെ നാട്ടിലാണോ, ഇഡിയമിൻ്റെ നാട്ടിലാണോ എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണയിലേക്ക് പോകും. അത്രയധികം പുള്ളിക്ക് സാമർഥ്യമുണ്ട്, ഗിഫ്റ്റ് ഓഫ് ദി ഗ്യാബ് ഉണ്ട്. അത് പോസിറ്റീവല്ല, നെഗറ്റീവായിട്ട് എങ്ങനെ ഈ രാജ്യത്തെ ഏത് രീതിയിൽ ആരെ മോശപ്പെടുത്താം എന്നുള്ളതിനുള്ള ആ സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ആറ്റിറ്റ്യൂഡിലുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ വിമർശനങ്ങൾ ഈ പറഞ്ഞതുപോലെ കൂടുതൽ പ്രേക്ഷകരുള്ള സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് സർക്കാരിന് ഒരു ഹണിമൂൺ പീരീഡും കൊടുത്തില്ല എന്നും വരും. അതെ, ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ VS അച്യുതാനന്ദൻ എന്നുള്ള ഒരു പേരും മുഖവുമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്, ഒരു നേതാവ് എന്നുള്ള നിലയിൽ. അതിനുശേഷം ജനപ്രിയനായ ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു സംശയമാണ്. അപ്പോൾ VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തായിരുന്നു ചെയ്തത്? അദ്ദേഹം നിയമസഭയ്ക്കകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രസമ്മേളനത്തിൻ്റെ മുറിയിലോ ഇരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നേരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ ഇടപെട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരമുയർത്തുകയാണ് വളരെ ശക്തമായ. പക്ഷേ നിലവിൽ ഇടതുപക്ഷത്തിന് അത്തരം ഒരു രീതി, ആ ഒരു സ്റ്റൈൽ ഓഫ്
ഫങ്ഷനിങ് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കളുടെയൊക്കെ തന്നെ? ലിയോ വളരെ വലിയൊരു എന്താ പറയുക, ഒരു തിയോളജിക്കലാണോ ഫിലോസോഫിക്കലാണോ എന്നെനിക്ക് ഇൻ ബിറ്റ്വീൻ പറയേണ്ട ഒരു ചോദ്യമാണ് നിൽക്കുന്നത്. കാരണം VS എന്ന് പറഞ്ഞാൽ ജനകീയനായ മതികെട്ടാൻ മതിയിൽ കയറുക, പിന്നെ ഈ സ്ത്രീപീഡന കേസുകൾ, പ്രശ്നങ്ങൾ, അതിലൊക്കെ ഇടപെടുക. അപ്പോൾ അദ്ദേഹം ആ പ്രായത്തെ അതിജീവിച്ചുകൊണ്ട്, പ്രായത്തിനെ നിഷേധിച്ചുകൊണ്ട് ഒരുപാട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയേക്കാൾ അപ്പീലുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടത് VSനെ നമ്മൾ നോക്കുമ്പോൾ. അതെ. പക്ഷേ അത് പിണറായിയിൽ നിന്നും താങ്കൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? താങ്കളത് പിണറായിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ മാധ്യമപ്രവർത്തകർക്കും തീരെ പ്രതീക്ഷയില്ല. പക്ഷെ നമുക്കിങ്ങനെ അദ്ദേഹത്തെ കാണുമ്പോൾ മൈക്ക് വെച്ചാൽ നമുക്ക് നല്ല ബൊമ്പാർഡ് ചെയ്യുന്ന ഭാഷയിൽ ആരും ഉപയോഗിക്കാത്ത ഒരുപാട് ഇഡിയംസ് ഉണ്ട് മലയാളത്തിൽ. പക്ഷേ അദ്ദേഹം ബാക്ക് ഫൂട്ടിലായിരിക്കുന്ന സമയത്ത്, പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടില്ല. അല്ല, അത് പുള്ളിയുടെ അതാണ് പുള്ളിയുടെ വൈദഗ്ധ്യം. പുള്ളി നമ്മളീ പറയുന്ന പരിണിതപ്രജ്ഞൻ എന്ന് പറയുന്നത് എവിടെ എപ്പോൾ എന്ത് അനാവശ്യം പറയാം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. നല്ലത് പറയാതിരിക്കാനുള്ള നിശബ്ദത പാലിക്കാനും അറിയാം. അതാണ് പുള്ളിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയനേക്കാളും പേടിക്കേണ്ടത്, ഇന്നത്തെ ഭരണപക്ഷം പേടിക്കേണ്ടത് എങ്ങനെയൊക്കെ ആയിരിക്കാം അദ്ദേഹം? കാരണം ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, ഓക്കെ, നമുക്കിപ്പോൾ എന്നും വളരെ ആർജവത്തോടെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവിനാണ് ഭയക്കേണ്ടത്. അങ്ങ് തന്നെ പറഞ്ഞു ഇദ്ദേഹം VSനെ പോലെയൊന്നും ആവില്ല എന്ന് പറഞ്ഞു. ഏത് തരത്തിലായിരിക്കും ഭീഷണി ഉയർത്താൻ? വിമർശിക്കുന്നതിൻ്റെ കാര്യത്തിൽ. ഓക്കെ, വിമർശിക്കുന്നതിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ നേരത്തെ ഇതിൻ്റെ പറഞ്ഞ ആയിട്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ഓക്കെ, സോഷ്യൽ മീഡിയ ആക്രമണം ചെയ്യുന്ന ആളുകൾ പിണറായി വിജയൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് പെരുമാറാൻ അറിയുന്നവരാണ് LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ സഹാക്കന്മാരായിട്ടുള്ള കുട്ടി സഹാക്കന്മാർ. അവരിപ്പോൾ ചെന്ന് പെട്ടത് പിടിയുണ്ടോ? അവർ ചെന്നപ്പോൾ പെട്ടുണ്ടോ? 26 പേര് ED കേസിൽ ചെന്ന് പെട്ടില്ലേ? അത് വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയായി. ഓക്കെ, കാര്യം EDയുടെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യേണ്ട സമയമായിപ്പോയി. അല്ലെങ്കിൽ അവർ ഒരു വേഗം കാണിച്ച്, ഇത്തിരി അതിവേഗം കാണിച്ച് അമിത്ഷായുടെ കീഴിൽ നിന്ന് ED വന്ന് പിണറായി വിജയനെ ഒന്ന് കുലുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ അപ്പോഴേക്കും ഈ പിള്ളേരെടുത്ത് ചാടി അവരുടെ ഭാവി അന്ധകാരത്തിലായി. അവർ റിമാൻഡിലാണ്. അവരെ ED കൊണ്ടുപോകും, സെലക്ട് ചെയ്ത് കുറേ പേരെ അങ്ങ് കൊണ്ടുപോകും. ആ രീതിയിലേക്കാണ്. അപ്പോൾ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴും പിണറായി വിജയനൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ പാർട്ടി കമ്മിറ്റികളിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, ഇരുവർക്കുമെതിരെ രൂക്ഷ വിമർശനം വരുന്നുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ. തോൽവിയുടെ കാരണത്തിൽ ഏറ്റവും മുന്നിൽ നിർത്തുന്നത് ഈ രണ്ട് പേരുകളാണ്. ഇവർക്കെതിരെ ശക്തമായ വിമർശനം ഉയരുന്നു. അതിനൊപ്പം തന്നെ അവരെയൊക്കെ തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും ഒപ്പം തന്നെ MV ഗോവിന്ദനെ പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നുള്ള ആവശ്യവും ഉയർന്നിരുന്നു. ഈ ചർച്ചകൾ പാർട്ടിക്കകത്ത് നടക്കുന്നു. അപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ അവർ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ പൊതുജനം തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയാണ് വോട്ട് ചെയ്തത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങനെ ഭരണപക്ഷത്തെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും? കാരണം സ്വന്തം ക്യാമ്പിലെ പ്രശ്നം അവസാനിപ്പിച്ചല്ലേ അവർക്ക് മറുവശത്തേക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. തീർച്ചയായിട്ടും. പക്ഷേ ലിയോ, അത് വളരെ കൃത്യമായിട്ട് ജനങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ലിയോ പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് LDFൽ അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ച് ഈ ജനങ്ങളുടെ മുന്നിൽ പെട്ടിരിക്കുന്നത്. പക്ഷേ MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇപ്പോഴും മൈനസ് ഞാനും പിണറായി വിജയൻ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അവരുടെ ആ ആറ്റിറ്റ്യൂഡ് പെർസെ എടുത്ത് പറയുന്നില്ലെങ്കിലും മണിയാശാൻ പറഞ്ഞതുപോലെ, ഇടുക്കിയിൽ നിന്ന് മണിയാശാൻ പറഞ്ഞതുപോലെ, ഞങ്ങളുടെ നിന്നൊക്കെ ഒരുപാട് മേടിച്ച് സാപ്പിട്ടു, എന്നിട്ട് ഞങ്ങൾക്ക് പണി തന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവരിപ്പോഴും പറയുന്നത് രണ്ടുപേരും. ശ്രീ പിണറായി വിജയനും MV ഗോവിന്ദനും പറയുന്ന അതേ കാര്യമാണ്. ഏതാ? ഞങ്ങളൊന്നുമല്ല ഇതിന് ഉത്തരവാദി, ഞങ്ങളൊന്നുമല്ല ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ പാർട്ടി വോട്ട് തകർന്നത്? പാർട്ടി തകർന്നത് എങ്ങനെ? അതെ, പാർട്ടി തകർന്നതിലൊക്കെ ഉള്ളൊരു പ്രയാസമുണ്ട് ഒരുപാട് പേർക്ക്. മൃഗീയ ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ സെക്കുലറായിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ CPMനോട്, LDFനോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് താല്പര്യമുള്ളവരെല്ലാം ഡിസ്ഗ്രൻഡിലാണ്, എല്ലാവരും നിരാശരാണ്. ഈവൻ പാർട്ടി കോട്ടകളെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പയ്യന്നൂർ, തളിപ്പറമ്പ്, മട്ടന്നൂർ, അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അമ്പലപ്പുഴ, ഇവിടെയൊക്കെ തന്നെ പാർട്ടിയുടെ വോട്ടുകൾ, അതായത് പാർട്ടി പ്രവർത്തകർ തന്നെ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. പാർട്ടി പ്രവർത്തകരെന്ന് മാത്രമല്ല, പാർട്ടി തകർന്ന ഒരു സാഹചര്യത്തിൽ അവർ തന്നെ തിരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് നമ്മൾ കണ്ടത്. അവർ തന്നെയാണ് ഇപ്പോഴും ഇതിന് സ്റ്റോപ്പ് ടേക്കിങ് ആരാ നടത്തുന്നത്? പാർട്ടി അണികളല്ലേ. ലോക്കൽ കമ്മിറ്റിയിലാണെങ്കിലും ഏരിയ കമ്മിറ്റിയിലാണെങ്കിലും എല്ലാം ഇതിന്റെ അവലോകനം നടക്കുന്ന എവിടെയാണ്? താഴെത്തട്ടിലല്ലേ, വോട്ടേഴ്സ് അല്ലേ അവിടെ. അല്ലാതെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ മാത്രം വോട്ട് ചെയ്താൽ ഒരു മുന്നണി അധികാരത്തിൽ വരില്ലല്ലോ. അപ്പോൾ താഴെത്തട്ടിൽ അവരിത് പറയുമ്പോൾ
അവർക്ക് ആസ്പിരൻസ് അവർ വർക്ക് ചെയ്യുന്നവർ താഴെത്തട്ട് ജനങ്ങളോട് സമ്പർക്കം പുലർത്തി വർക്ക് ചെയ്യുന്ന CPM-കാർക്ക് ഒരിക്കലും ഇനി മുന്നോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ബ്ലീക്കായി അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമായി വളരെ എന്താ പറയുക വളരെ വീക്കായി. ആ ഒരു അവസ്ഥയിലാണ് ഈ വിമർശനം. അപ്പോഴും ശ്രീ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അത് ഞാനും പഴയ മുഖ്യമന്ത്രി അല്ല കാരണം. പിന്നെ ആരാ? ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എം പി രാജേഷ് പാലക്കാട്, P രാജീവ്, ഇവരൊക്കെ എറിഞ്ഞു തോപ്പിച്ചിരിക്കുകയാണ്. ജനം എറിഞ്ഞു തോപ്പിച്ചിരിക്കുകയാണ്. ഇനിയും ഈ പാർട്ടി ഇപ്പോൾ പ്രതിപക്ഷത്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ പോലുള്ളവർ P രാജീവും മറ്റേ എന്താ ഇന്ദിരാഘവൻ വിജയരാഘവൻ ഈ MP രാജേഷ് പിന്നെ അങ്ങനെ കുറച്ച് പേര് ഇറങ്ങിയാൽ ഈ പാർട്ടി ഇനി ഉണ്ടാകുകയില്ല. ഇനി പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഇവർ തന്ന എവിടെയെങ്കിലും കയറി സൈദ്ധാന്തികമായിട്ട് അനാവശ്യം പറഞ്ഞ ആൾക്ക് മനസ്സിലാകാത്ത ഭാഷ പറഞ്ഞാൽ തീർന്നു കിട്ടും പാർട്ടി. അപ്പോൾ ഇതാണ് സാഹചര്യം, നിലവിലെ സാഹചര്യം. മുന്നോട്ടുള്ള ഇത് നോക്കുമ്പോൾ VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും വളരെയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അവരുടെ ഈ മോഡസ് ഓപ്പറാൻഡി കണ്ടുമ്പോൾ മനസ്സിലാക്കുന്നത്? ലിയോ, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് VD സതീശൻ്റെ സർക്കാരിനുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷം ജനങ്ങൾ ഏതൊക്കെ രീതിയിൽ സഫർ ചെയ്തോ അതിനെല്ലാം റീകോമ്പൻസ് ചെയ്യുക. അതിനെല്ലാം അഡ്രസ് ചെയ്ത് അതിനെ ആളുകളുടെ ലൈഫ് നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഫസ്റ്റ് ചലഞ്ച്. അത് ചലഞ്ചാണ്. അതിന് സമ്പത്ത് വേണം. ഇനിയിപ്പോൾ ഒന്നിനും വില കൂട്ടാനും പറ്റില്ല. കാരണം പിണറായി വിജയൻ സർക്കാർ ഇലക്ട്രിസിറ്റി കൂട്ടി, വാട്ടർ ചാർജ് കൂട്ടി, ലാൻഡിൻ്റെ ടാക്സ് കൂട്ടി. ലാൻഡ് ടാക്സ് മാത്രമല്ല അല്ലാതെ രജിസ്ട്രേഷൻ എല്ലാം കൂട്ടി. ഇനി ഇവരെ അപ്പോഴാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്നും പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇവർ രണ്ടിനും ഒരു വല്ലാത്തൊരു ദുരവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം എല്ലാം കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് സതീശന് ആൾക്ക് പ്രതീക്ഷയുണ്ട്. പുള്ളി അതിനനുസരിച്ചുള്ള ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ പുള്ളി ഇപ്പോൾ 19-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പുള്ളിയുടെ ഇത് പറയും ഏതാ പ്രതീക്ഷകൾ എങ്ങനെ ഇൻകം ഖജനാവിൽ പൈസ കൊണ്ടുവരാം. നേരത്തെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ട്രാൻസ്പോർട്ടിൻ്റെ പണം മൊത്തം കിഫ്ബിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. ഇനി അത് വേണ്ട ട്രഷറിയിൽ അടച്ചാൽ മതിയെന്ന് ഇപ്പോൾ തന്നെ ഓൾറെഡി തീരുമാനമായി കഴിഞ്ഞു. രണ്ട് വകുപ്പുകൾ എനിക്ക് തോന്നുന്നു, ആരോഗ്യവകുപ്പും ധനകാര്യ വകുപ്പും, ഈ രണ്ട് വകുപ്പുകളായിരിക്കും ഏറ്റവും കൂടുതൽ ചലഞ്ച് നേരിടാൻ പോകുന്നത്. അതേ സമയം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പെർഫോം ചെയ്താൽ പേരെടുക്കാനും സാധ്യതയുള്ളത്. തീർച്ചയായിട്ടും ലിയോ, എനിക്ക് തോന്നുന്നു ലിയോ ഈ ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞത് ശ്രീമതി വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്ടർമാരുടെ അനാസ്ഥയെന്ന് ഞാൻ പറയുള്ളൂ. അതൊരു മന്ത്രിയുടെ കുഴപ്പം കൊണ്ടല്ല. ഈ ഡോക്ടർമാരെന്ന് പറയുന്നത് നമ്മൾ മറ്റേത് സംഘടനയെ പോലെ തന്നെ ഏറ്റവും കുത്തഴിഞ്ഞ, ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, കുത്തഴിഞ്ഞ എന്നുള്ള ജോലി ചെയ്യാത്തതുണ്ട്, അനാസ്ഥ കാണിക്കുന്നതിൽ. എന്നാൽ സംഘടിതരാണ്. അവരുടെ ലാബ്സുകളെ അന്വേഷിക്കുന്ന ആരാ? അവരുടെ ഫ്രറ്റേണിറ്റിപ്പെട്ട വേറെ 3 ഡോക്ടർമാരായിരിക്കും. അവരൊരിക്കലും അവരുടെ ഫ്രറ്റേണിറ്റിയിലുള്ള അവരുടെ ലാബ്സിനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കില്ല. അങ്ങനെ ഒരു ആരോഗ്യസ്ഥിതി നമ്മുടെ കേരളത്തിലുണ്ട്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ മാത്രമല്ല, എക്കാലമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതിനെ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അത് ഏത് രീതിയിൽ ടാക്കിൾ ചെയ്യും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അത് അദ്ദേഹം ശരിക്കും കണ്ണു തുറന്ന് കണ്ടിട്ട്, നമുക്കിപ്പോൾ പോലീസിൽ ഒരു കംപ്ലയിൻറ്റ് അതോറിറ്റി ഉണ്ട്. പോലീസിൻ്റെ കംപ്ലയിനിങ് അതോറിറ്റി ഒരു ക്വാസി ജുഡീഷ്യറി ബോഡിയാണ്. അതുപോലൊരു സാധനം ആരോഗ്യ വകുപ്പിലും ഉണ്ടാക്കണം. അതിനകത്ത് ഡോക്ടർ അല്ലാത്ത ഒരാൾ ചെയർമാനായിട്ട് വരികയും ചെയ്യണം. നിഷ്പക്ഷമായിട്ട് ഈ പരാതിക്കാരായിട്ട് ആളുകളാണല്ലോ സഫർ ചെയ്യുന്നത്. ആളുകൾ നേരിട്ട് ആരോഗ്യത്തെയും ജീവിതത്തെയും ബാധിക്കുന്നതല്ലേ. അപ്പോൾ അതൊരു ഡോക്ടർ മാത്രം അന്വേഷിച്ചാൽ പോരാ. ഡോക്ടർമാർ അന്വേഷിക്കട്ടെ. പക്ഷേ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഷുഡ് ബി എ സെക്കുലർ മാൻ വിത്ത് സെൻസിബിൾ സോഷ്യോ ലീഗൽ സെൻസുള്ള ഒരു ജുഡീഷ്യൽ പവറുള്ള ഒരു അധികാരിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ആരോഗ്യ വകുപ്പ് നന്നാവുള്ളൂ എന്നാണ് എൻ്റെ നിരീക്ഷണം. ഞാൻ പറയുന്നത്, ഞാൻ ഡോക്ടറൊന്നുമല്ല, എനിക്ക് MBBS-ഉം ആരോഗ്യ മേഖലയായിട്ട് അങ്ങനെ ഒരു സാധാരണ ഒരു പൗരനെന്നുള്ള ബോധത്തിലല്ലാതെ ഞാൻ പറയുന്നത്, ഈ നമ്മുടെ ഇവിടെ കാണുന്ന ലാബ്സ് എല്ലാം വീണ ജോർജിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടായതല്ല. ഇപ്പോൾ ഇനി ഉണ്ടായാലും അതൊന്നും കെ മുരളീധരൻ്റെ പിടിപ്പുകേടെന്നൊന്നും പറയാനൊന്നും ഞാനില്ല. പക്ഷെ അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യക്ഷമതയുള്ള അഡ്മിനിസ്ട്രേറ്ററാണ്. നമുക്ക് വീണ ജോർജ് താല്പര്യമില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ എഫിഷ്യൻസി ഈസ് എ മാറ്റർ.
അല്ല അതിന് കാരണം നമ്മളത് പറയുമ്പോൾ കാലം കഴിഞ്ഞു. അവരുടെ PS ആയിരുന്ന ആളെന്ന് പറയുന്നത് പഴയ ആ, ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലെ AK സെൻറ്ററിലെ സെക്രട്ടറി ആയിരുന്ന ഒരു സജീവൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളാണിത് ഭരിച്ചത്. ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന ഒരുപാട് ഡോക്ടേഴ്സായിട്ടുള്ളവരും ആരോഗ്യ വകുപ്പിലുള്ളവരും പറയുന്നത് എനിക്കറിയാം. നമുക്ക് അതുകൊണ്ട് പറയാം, സജീവൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. പക്ഷെ എങ്കിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു മന്ത്രിക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നതിനൊക്കെ കൂടുതൽ പാർട്ടിയുടെ ഒരു പിൻബലത്തോടുകൂടി അവിടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് ഭരിച്ചതെന്ന് പറയുമ്പോൾ മന്ത്രിക്ക് ഒരിക്കലും ആരോഗ്യവകുപ്പ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തകരട്ടെ, എനിക്ക് പ്രശ്നമല്ല എന്നൊരിക്കലും ഒരു മന്ത്രി തീരുമാനിക്കില്ല. പക്ഷെ അവിടെ ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഡോക്ടേഴ്സ് ഉണ്ട്. അനാസ്ഥയും താല്പര്യക്കുറവും ആര് കാണിച്ചാലും അവർ ദേ ഷുഡ് ബി മെയ്ഡ് അക്കൗണ്ടബിൾ. അതെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ജുഡീഷ്യൽ ഓഫീസർ, ഒരു ജുഡീഷ്യൽ കമ്മിറ്റി, ഒരു ഓർഗനൈസേഷൻ വേണം. എങ്കിലേ ആരോഗ്യ മേഖലയിൽ നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞു, കേരളത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന 100% സാക്ഷരത, 100% ഹെൽത്ത് അച്ചീവ്ഡ്, 100% നഗരവൽക്കരണം, 100% IT, ഇങ്ങനെ ഉള്ള ഒരുപാട്, ഇത് അമേരിക്കക്കാർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉള്ള നമ്മളാണ്. അപ്പോൾ നമ്മൾ അത് എവിടെയാണ് അതിലൊക്കെ പരാജയം വരുന്നത്? ഈ രീതിയിൽ നമ്മളിതിനെ അസസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ക്ലെയിമുകൾ സത്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതില്ലാത്തിടത്തോളം കാലം നമ്മൾ ചുമ്മാ പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാമതാണ് എന്ന് പറയുന്നത് ആ പേപ്പറിൽ മാത്രമായിരിക്കരുത്. ബിസിനസ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള, നമ്മൾ വഴിവിട്ട സഹായം ഒന്നും ചെയ്തു കൊടുക്കണ്ട, അവർക്ക് ന്യായമായിട്ടുള്ള ലഭിക്കേണ്ട സാഹചര്യം അവർക്ക് കൊടുക്കുക തന്നെ വേണം. അവിടെ ഈ കൊടി പിടിച്ച് സമരം ചെയ്ത് നോക്കുകൂലി വാങ്ങാൻ വരുന്നവന്മാരെയൊക്കെ അടിച്ചോടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ഇവിടെ ബിസിനസ് വളരും. ഒപ്പം തന്നെ വിഴിഞ്ഞം പോലൊരു വലിയൊരു പോർട്ട്, അത് സംസ്ഥാനത്തിനും ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കണം. കാരണം ഇവിടെ വന്ന് ട്രെയിലറുകൾ വന്ന് ചരക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം, ഇവിടെ ചരക്ക് ഇറക്കാനും സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ അവിടെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ചിന്ത. അല്ല, അത് ലിയോ ചോദിച്ചത്, ഇത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ശ്രീ VDSൻ്റെ പോർട്ട്ഫോളിയോയിൽ വരുന്നതാണ്. പൊതുഗതാഗതത്തിൻ്റെ ഈ പറഞ്ഞ റെയിൽ, ഷിപ്പ്, റോഡ് കണക്ടിവിറ്റി, അത് അദ്ദേഹം തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. 2 ധനകാര്യം പുള്ളിയുടെ കയ്യിലാണ്, പോർട്ടും പുള്ളിയുടെ കയ്യിലാണ്. അപ്പോൾ ഇതെല്ലാം പുള്ളി അത് ലക്ഷ്യം വെച്ചിട്ടാണ് വിഴിഞ്ഞം പോലുള്ളൊരു തുറമുഖത്തിൽ നിന്നും തുറമുഖം ടു തുറമുഖം എന്നുള്ളൊരു കണക്ടിവിറ്റി ഉണ്ടാക്കുന്നതിലും അതിനെ റെയിൽ കണക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെടുത്തുന്ന എല്ലാം പുള്ളിയുടെ ഉത്തരവാദിത്തമായിട്ട് പുള്ളി അത് എടുത്തു കഴിഞ്ഞാൽ ആ നയപരമായ തീരുമാനം പുള്ളിയിലുണ്ട്. അത് പുള്ളി ഈ 19 വരുന്ന ബഡ്ജറ്റിൽ അത് പ്രകടിപ്പിക്കും. അതല്ല, വരുമാനം ഉണ്ടാക്കാൻ വേറെ മാർഗമില്ല. ലോകത്ത് നമ്മുടെ ടാഡ് മൂർത്തി, എനിക്കറിയില്ല ലിയോക്കൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ, ടാഡ് മൂർത്തി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആന്ധ്രക്കാരൻ, അദ്ദേഹം ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന കാനഡയിലാണ്. ഏറ്റവും വലിയ ഓഷൻ സയൻറ്റിസ്റ്റാണ്, ലോകം കണ്ട ഏറ്റവും വലിയ ഓഷൻ സയൻറ്റിസ്റ്റാണ് ടാഡ് മൂർത്തി. ഞാൻ അദ്ദേഹത്തിന് ഭാഗ്യവശാൽ സുനാമിക്ക് ശേഷം ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹം ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലെ സൗത്ത് പാർക്കിൽ നിന്ന് താമസിച്ചപ്പോൾ എനിക്ക് അറിവ് കിട്ടി, ഞാൻ പോയി ഇൻ്റർവ്യൂ. അദ്ദേഹമാണ് വിഴിഞ്ഞത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത്. പോസ്റ്റ് പനാമിക് ഷിപ്പ് വരെ ഈ ഇത്ര നിയർ ഷോർ വരാൻ കഴിയുന്ന ഒരു ബെർത്തുള്ള ഒരു സാഹചര്യമുള്ള വിത്തൗട്ട് ഡ്രഡ്ജിങ് പറ്റുന്നൊരു ഇതാണ്. ഇതിൻ്റെ സാധ്യതകളെന്ന് പറയുന്നത് അതിഭീകരമാണ്. അത് ഉപയോഗപ്പെടുത്തിയാൽ മതി, സർക്കാർ നയങ്ങൾ വഴി അത് ഉപയോഗപ്പെടുത്തിയാൽ മതി. അത് ഉപയോഗപ്പെടുത്തിയാൽ VD സതീശൻ അസ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹം വാഗ്ദാനം കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ജനം പ്രതീക്ഷിക്കുന്ന ആ രീതിയിലേക്ക് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ വർദ്ധിപ്പിക്കാൻ കഴിയും. മറുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവസാനിപ്പിക്കുന്ന മുമ്പ് ചുരുങ്ങിയ വാക്കുകളിൽ കൂടി, അതായത് പ്രതിപക്ഷം, അതായത് പ്രത്യേകിച്ച് CPM പിണറായി വിജയനും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യമുനയിൽ നിൽക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട, ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ പുറത്താക്കണം, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന ചോദ്യം വന്നുകൊണ്ടിരുന്നു. എന്നെ പുറത്താക്കിയ എല്ലാത്തിൻ്റെ പേര് ഞാൻ പറയും, എല്ലാവരുടെയും പേര് ഞാൻ പറയും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വന്നു, സസ്പെൻഡ് ചെയ്തതേ ഉള്ളൂ. അല്ല, അതിൻ്റെ ഒരു ഇൻട്രോ പുള്ളി പറഞ്ഞു കഴിഞ്ഞല്ലോ. പുള്ളി പറയാൻ ഓങ്ങി വച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞല്ലോ. സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ അവിടെ വന്ന സമയത്ത് അദ്ദേഹത്തെ ഇവിടെ തിരുവനന്തപുരത്ത് വിളിപ്പിച്ചു എന്നേ പറഞ്ഞല്ലേ. ആര് വിളിപ്പിച്ചു എന്തിനു വിളിപ്പിച്ചു എന്ന് പറഞ്ഞില്ല. അതൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത്, അതുകൊണ്ടാണ് സസ്പെൻഷനിൽ നിർത്തിയത്.
അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നെങ്കിൽ ഈ സത്യമെല്ലാം എല്ലാം നമുക്കറിയാം. പറയും, എല്ലാം വന്നു തന്നെ. പുള്ളിയും സ്വപ്ന സുരേഷ് എഴുതിയതുപോലെ ഒരു ബുക്ക് എഴുതും ചിലപ്പോൾ. അല്ല, ഇതെല്ലാം ചോദ്യങ്ങളായി സ്വാഭാവികമായും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ മണ്ടന്മാരല്ലല്ലോ. ഇതെല്ലാം അല്ല, ഇതെല്ലാം വരാൻ പോകുന്നത്, അക്കൗണ്ടബിൾ ആകാൻ പോകുന്നത് അസംബ്ലി കൂടുമ്പോൾ, അതെ. നിയമസഭ കൂടുമ്പോൾ Correct. ഇതിനെല്ലാം ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, പഴയ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ 10 വർഷത്തെ മിസ്ഡീഡ്സിനെല്ലാം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, പഴയ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും അദ്ദേഹം തന്നെ ഓൺ ചെയ്ത പല മിസ്ഡീഡ്സിൻ്റെയും ഉത്തരം പറയേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ഇടയിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഒരു 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 ചിന്ത വരുന്നതെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അവർ സ്വീകരിക്കുന്ന നിലപാട് തിരഞ്ഞെടുപ്പിന് മുന്നിൽ മാത്രം എതിരാളികളെ തകർക്കാനുള്ള കുറേയേറെ ആരോപണങ്ങൾ മാത്രമായി മാറരുത്. അത് പ്രതിപക്ഷത്ത് നിന്നും ഭരണപക്ഷത്തെത്തുമ്പോൾ മുൻപ് ഭരിച്ച് കട്ടുമുടിച്ച പന്മാരെ എല്ലാം തന്നെ അക്കൗണ്ടബിളാക്കി അവരൊക്കെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലേക്ക് കൂടി പോകാനുള്ള ആർജവം BDS-ന് ഉണ്ടാകണം. അതാണ് എനിക്ക് അല്ല, പറയാനുള്ളത്. വളരെ വളരെ നല്ലതാണ്. അതും ആഗ്രഹിക്കുന്ന ഒരാളും കൂടെയാണ് ഞാൻ. പക്ഷേ പിണറായി വിജയൻ ചെയ്ത പോലുള്ള പൊളിറ്റിക്കൽ വെഞ്ചൻസ് ഇപ്പോൾ കേന്ദ്രത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത് ഷാജി ചെയ്യുന്ന ആ പൊളിറ്റിക്കൽ വെഞ്ചൻസ്, ഇതൊന്നും കോൺഗ്രസ് കേന്ദ്രത്തിലും ചെയ്തിട്ടില്ല, കേരളത്തിലും ചെയ്തിട്ടില്ല, ഒരു സംസ്ഥാനത്തും ചെയ്തിട്ടില്ല. ഇനി അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ ചെയ്തില്ലെങ്കിൽ ഇത് പൊളിറ്റിക്കൽ വെഞ്ചൻസിന്റെ കാര്യമല്ല, നമ്മുടെ അല്ലല്ല, സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ ഞാൻ പറഞ്ഞത്, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതാണ്. കാരണം അതാണ്, ദാറ്റ് ഈസ് വാട്ട് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേന്ദ്രത്തിൽ BJP-യും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ വെഞ്ചൻസ് ആണ് ചെയ്തത്. എന്തിനാ? എതിരാളികളായിട്ടുള്ളവരെ നിഷ്പ്രഭരാക്കുക, ഇല്ലായ്മ ചെയ്യുക. പക്ഷേ ഇവർക്കതറിയില്ല. ഇവരെല്ലാം വളരെ പോളിഷ്ഡാണ്. എല്ലാവരും ബീയിങ് നൈസ് എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അത് പക്ഷേ അവർക്ക് അപകടമാണ്. അവർക്കത് അപകടമാണ്. കാരണം ലിയോ പറഞ്ഞതുപോലെ ഇവർ എക്സ്പോസ് ചെയ്യിക്കണം. ചെയ്ത മിസ്റ്റേക്സ്, അതിക്രമങ്ങൾക്ക് ഇങ്ങനെയാണ് ഇവർ ചെയ്തതെന്ന് പറയുന്നത് എണ്ണി പറയണം. ഇവർ ഭരിക്കുമ്പോഴെങ്കിലും അത് പറയണ്ടേ? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ ചലഞ്ച് ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിൽ പറയുന്നത് അതല്ല, ഇതിപ്പോൾ അവർ പറയണം, തുറന്ന് കാണിക്കണം. ഏതൊക്കെ രീതിയിലാണ് ജനങ്ങൾ സഫർ ചെയ്തത്, ഏതൊക്കെ രീതിയിലാണ് ജനങ്ങൾക്ക് കവർ ചെയ്യപ്പെട്ടത്, ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ജനാധിപത്യം നഷ്ടപ്പെട്ടത് എന്നുള്ളത് അവർ എണ്ണി പറഞ്ഞ് കാണിച്ച് അവരത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലും എടുക്കണം. അതെ, എന്തായാലും VD സതീശൻ സർക്കാർ നല്ലൊരു തുടക്കം നേടിയിരിക്കുകയാണ്. അവർക്ക് ഈ തുടക്കം നിലനിർത്താൻ സാധിക്കേണ്ടിയിരിക്കുന്നു. വളരെ വളരെ കോമൺ പീപ്പിൾ, അതായത് സാധാരണക്കാരൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടുത്തെ സർക്കാർ സുതാര്യമാണ്. ഇവിടുത്തെ ഭരണകർത്താക്കൾ നാടുവാഴികളല്ല, ജനങ്ങളുടെ സേവകരാണ്, അവർക്കൊപ്പം നിൽക്കുന്നവരാണ് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുറേയേറെ കാര്യങ്ങളിൽ അവർക്ക് അത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം, പ്രതിപക്ഷത്തിന് ഉത്തരം പറയാൻ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് അവർ കൃത്യമായി ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. ഭരണപക്ഷത്തെ ചോദ്യങ്ങൾ ചോദിച്ച് മുൾമുനയിൽ നിർത്തേണ്ട നിങ്ങൾ ആദ്യം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേ തീരൂ. അതിന് ഭരണപക്ഷത്ത് ഇപ്പോഴിരിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുമുണ്ട്. പല കാര്യങ്ങളിലുമുള്ള കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി ജനങ്ങൾക്ക് മുന്നിൽ നിരത്തി കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ച് അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അല്ലാതെ ഇതുവരെ കണ്ടതുപോലെയുള്ള കള്ളക്കളികൾ, രാഷ്ട്രീയക്കാരുടെ കള്ളക്കളികളുണ്ടല്ലോ, ഭരണപക്ഷത്തിൽ എത്തുമ്പോൾ മറന്നു പോകുന്ന കുറേയേറെ കാര്യങ്ങൾ, അത് ഇനി ഞങ്ങൾക്ക് മുന്നിൽ നടപ്പില്ല, വിലപ്പോവില്ല എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയാണത്, പ്രിയപ്പെട്ട UDF നേതാക്കളെ. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമുക്ക് നമസ്കാരം.